നമുക്കെല്ലാവർക്കും ഏറ്റവും സന്തോഷം തരുന്ന ഒരു ദിവസമാണ് നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാന തിരുനാൾ കൊണ്ടാടുന്ന ദിവസം. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളാശംസകൾ ഏറ്റവും സ്നേഹത്തോടുകൂടെ നേരുകയാണ്. പ്രിയമുള്ളവർ, ഇന്ന് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിലെ ആദ്യത്തെ വചനം ഒന്ന് ധ്യാനിക്കാം. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. മറ്റു സുവിശേഷങ്ങളിൽ ഈ മഗ്ദലേന മറിയത്തോടൊപ്പം മറ്റേ മറിയം എന്ന് പറഞ്ഞ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അവർ രണ്ടുപേര് കൂടിയിട്ടാണ് പോകുന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് എപ്പോഴും, ആർക്കാണ് ഉത്ഥാനത്തിൻ്റെ അനുഭവം ഈശോ പെട്ടെന്ന് കൊടുക്കുന്നത്? ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർക്കാണ് അത് നൽകുന്നത്. അപ്പോൾ മഗ്ദലേന മറിയത്തിൻ്റെ ഏറ്റവും കൂടുതൽ പാപം ക്ഷമിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ മഗ്ദലേന മറിയം ഈശോയെ കൂടുതൽ സ്നേഹിച്ചു. അതുകൊണ്ട് തന്നെ അവസാനം വരെ കർത്താവിൻ്റെ പാദത്തോട് ചേർന്നിരിക്കാനുള്ള കൃപ അവൾക്ക് കിട്ടി. ഉത്ഥാനത്തിൻ്റെ അനുഭവം ആദ്യം സ്വന്തമാക്കാനുള്ള കൃപ കിട്ടി. പ്രിയമുള്ളവരെ, നമ്മൾ ഈശോയോട് ചേർന്നിരിക്കും ഉത്തിതനായ ഈശോയുടെ അനുഭവം നമ്മുടെ ഹൃദയത്തിലേക്ക് കവിഞ്ഞൊഴുകി വരുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. എന്താണ് സത്യത്തിൽ ഉത്ഥാനം എന്ന് പറയുന്നത്? ഈസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് ഇന്നും കർത്താവ് ജീവിക്കുന്നു എന്ന് വ്യക്തമാക്കി തരുന്ന അനുഭവങ്ങളെയാണ് ഈസ്റ്റർ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്ന് നമ്മൾ പ്രഘോഷിക്കുന്നതിനെയാണ് ഉത്ഥാന പ്രഘോഷണം അല്ലെങ്കിൽ വചനപ്രഘോഷണം എന്ന സത്യത്തിൽ പറയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ ഉത്ഥാനത്തെ എന്തുമാത്രം വിലപ്പെട്ടതായിട്ട് നമ്മൾ കാണണമെന്ന് ധ്യാനിക്കാം. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അപ്പോസ്തലന്മാർ ഈശോടൊപ്പം 3 വർഷം നടന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടു, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടു. അവരത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, അടയാളങ്ങൾ പ്രവർത്തിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് കർത്താവിനെ ബന്ധിക്കുന്നത്, കർത്താവിനെ കുരിശിൽ തറയ്ക്കുന്നത്, കർത്താവ് നിസ്സഹായനായി കുരിശിൽ കിടന്ന് മരിക്കുന്നത്. ഒരു പക്ഷേ ആ കാൽവരി മലയിലുണ്ടായ ആ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ശബ്ദവും ഒച്ചപ്പാടും ഒക്കെ കഴിയുന്നതോടുകൂടി, കാറ്റൊക്കെ കഴിയുന്നതോടുകൂടി എല്ലാം ശാന്തമായി. കർത്താവിൻ്റെ മരണത്തോടുകൂടി ശിഷ്യന്മാരുടെ ജീവിതം ശൂന്യമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവർ വിചാരിച്ചു എല്ലാം അവസാനിച്ചു എന്ന്. അപ്പം ലോകം കർത്താവിനെ വിലയിരുത്തിയതനുസരിച്ച് കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ വലിയ പരാജയം കാൽവരിയുടെ മുകളിൽ ലോകം കണ്ടു. ലോകം വിധി എഴുതി ഇവൻ ഒരു വൻപിച്ച പരാജയമായിരുന്നു എന്ന്. പക്ഷേ ലോകത്തെ മുഴുവനും തോൽപ്പിച്ചുകൊണ്ട്, മരണത്തെ കീഴടക്കിക്കൊണ്ട് 3-ാം ദിവസം കല്ലറ പൊട്ടി പിളർപ്പിച്ച് കർത്താവ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ലോകം തോറ്റവൻ എന്ന് വിധി എഴുതിയവൻ ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തപ്പെട്ടവനായി നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് ഉത്ഥാനം ചെയ്ത കർത്താവാണ്. അവൻ ഇന്നും ജീവിക്കുന്നുവെന്ന് അനുഭവങ്ങളിലൂടെ, സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഉണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച അപ്പോൾ ഞാൻ ഈ പള്ളിയിൽ, കൊടുങ്ങപ്പള്ളിയിലാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ആലക്കോട് രൂപതയിലെ. അവിടെ എല്ലാ തിങ്കളാഴ്ചയിലും വചന ശുശ്രൂഷ നടക്കുന്നുണ്ട്, ഏകദിന ധ്യാനം. ആ ധ്യാനത്തിൻ്റെ അവസാനം ഞാൻ ദിവ്യകാരുണ്യ ഈശോയെ എഴുന്നള്ളിച്ചുകൊണ്ട്, അല്ലിക്കാല ദിവ്യകാരുണ്യ ഈശോയെ എഴുന്നള്ളിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തും. വന്നിട്ടുള്ള ഓരോരുത്തരെയും അടുത്തുകൂടെ ഈശോയെ ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു ശുശ്രൂഷയാണ്. അങ്ങനെ ഞാനിങ്ങനെ ഈശോയെ കൊണ്ടുപോയി ഏറ്റവും പുറകിലെത്തി പുരുഷന്മാരുടെ ഭാഗത്തും സ്ത്രീകളുടെ ഭാഗത്തേക്ക് കടന്നു. ഒരു 10-15 വരെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഈശോയെ ഇങ്ങനെ മുഴുവനോടെ ഇങ്ങനെ പ്രതാപവാനായ കർത്താവിനെ കാണുന്നതാണ്. അതായത് കർത്താവ് ഈ അരുളിക്കായിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് പ്രതാപവാനായ കർത്താവ് ഇങ്ങനെ ഇറങ്ങി പുറത്തേക്ക് അങ്ങ് പോയി. ഞാൻ എങ്ങോട്ടാണ് ഈശോയെ പോണേന്ന് ഇങ്ങനെ മനസ്സിൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ ദിവ്യകാരുണ്യം കൊണ്ട് വരുന്ന കാരണം എനിക്കത് നോക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോരാണ്. എൻ്റെ മനസ്സിൽ മുഴുവനും ടെൻഷനാണ്. ഈശോ എങ്ങോട്ടാ പോയേ, ഈശോ എങ്ങോട്ടാ പോയേ. അതിലുപരി സന്തോഷം, ഈശോയെ കാണാൻ പറ്റിയൊരു സന്തോഷം. ഞാനിങ്ങനെ പീഡാസനത്തിൻ്റെ കർത്താവിനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ മഹത്വപൂർണ്ണനായൊരു കർത്താവിൻ്റെ ചിത്രം, കർത്താവിൻ്റെ രൂപം ആദ്യമായിട്ട് കാണുകയാണ്. അതിന് ഞാൻ ഈ ദിവ്യകാരുണ്യം കൊണ്ട് ഏകദേശം ഈ പള്ളിയുടെ ഫ്രണ്ട് വശത്ത് എത്താറായി. അപ്പോൾ എനിക്ക് സംശയം വന്നു, ഈശോ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലോ, അപ്പോൾ പിന്നെ ഈ ദിവ്യകാരുണ്യത്തിന് ഇനി ഈശോ ഉണ്ടാവോ? അങ്ങനെ സംശയിച്ച് നിൽക്കുന്ന സമയത്ത് ആ മുൻവശത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് വലിയൊരു തീകോളം ഇങ്ങനെ അവളുടെ മേത്തേക്ക് ചെന്ന് പതിക്കുന്നത് കാണാണ്. അപ്പം ഞാനിത് കാണുന്നു, അവളുടെ മേത്ത് ചെന്ന് പതിക്കുന്നു. ഉടനെ തന്നെ ആ കൊച്ച് അവിടെ വീണു. ആ കൊച്ച് വീണ് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ദിവ്യകാരുണ്യമായിട്ട് ഈ ആൾത്താരയിലേക്ക് കയറി വന്നു. ഇവിടെ നിന്ന് ആരാധനയും സ്തുതിപ്പൊക്കെ കഴിഞ്ഞ് ആശീർവാദം കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആശീർവാദമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ തീ വന്ന് വീണ പെൺകുട്ടീനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നു. അവൾ പറയുന്നത്
പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എന്തെന്നില്ലാത്ത സന്തോഷം അവളുള്ളിലേക്ക് കടന്നു വന്നതാണ്. ബന്ധന പ്രാർത്ഥനയൊക്കെ ചൊല്ലി കൈയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു. അപ്പോഴാണ് ആൾക്കാർ ഓടി വന്ന് പറയുന്നത്, പുറകിൽ ഒരു പെൺകുട്ടി വീണ് കിടന്ന് ഭയങ്കര കരച്ചിലാണ്, അച്ഛനൊന്ന് വേഗം വായോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും പുറകിൽ നടന്നെടുക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കി, എവിടെ വെച്ചാണോ ഈശോ അരളിക്കായിൽ നിന്നും ഇറങ്ങി പ്രതാപവാനായിട്ട് പുറത്തേക്ക് കിടക്കുന്നത് ഞാൻ കണ്ടത്, അതേ സ്ഥലത്താണ് ആ പെൺകുട്ടി വീണ് കിടക്കുന്നത്. അങ്ങനെ അവളെ പ്രാർത്ഥിച്ചു. അവളെ ഭയങ്കര സന്തോഷം കൊണ്ട് കരയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ചിരിക്കുന്നുണ്ട്, ഭയങ്കര ഉച്ചത്തിൽ എൻ്റെ ഈശോയെ എന്ന് വിളിച്ച് കരയാ. അപ്പം ഞാൻ ഈ ഉറാറ ഇട്ടിട്ടുണ്ടല്ലോ, ഞാൻ അവളെ തലയെ കൈവച്ച് അവൾ ബെഞ്ചൊക്കെ എടുക്കുന്നതാണ് എടുത്തിരിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഊറാറേനെ അവളിങ്ങനെ എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞിങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൾ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എഴുന്നേൽപ്പിച്ച് അവൾക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് അവളെ എനിക്ക് പേഴ്സണലായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. അവളെ മുറിയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ അവളോട് ചോദിച്ചു, മോളെ നീ സത്യം പറയണം, എന്താ ഉണ്ടായെന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, വളരെ രസകരമായിട്ട് തോന്നി അവൾ പറയുന്നത് കേട്ടപ്പോൾ. അവളിവിടെ സ്ഥിരമായിട്ട് ശുശ്രൂഷയ്ക്ക് വരുന്നൊരു പെൺകുട്ടിയാണ്. അവൾ നേഴ്സിംഗ് കഴിഞ്ഞിരിക്കുന്നവളാണ്. അവളെ ഫൈനൽ എക്സാമിൽ അവൾ 4 വിഷയത്തിൽ തോറ്റു. അങ്ങനെ അവൾ ഇവിടെ വന്ന് 7 ആഴ്ചയിൽ ഈ നൊവേനയിലൊക്കെ കൂടി അവൾ ഈശോയോട് പ്രാർത്ഥിച്ചു, 4 വിഷയവും എൻ്റെ ഈശോയെ നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ 4 വിഷയവും എനിക്ക് പാസ്സാക്കി തരണം. അങ്ങനെ അവൾ പരീക്ഷ എഴുതി, റിസൾട്ട് വന്നു. 3 എണ്ണത്തിൽ പാസ്സായി, 1 എണ്ണത്തിൽ തോറ്റു. അവൾക്ക് ഈശോയോട് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ ഈ ദിവ്യകാരനെ കൊണ്ടിങ്ങനെ വരുന്ന സമയത്ത് അവളുടെ അടുത്തെത്താറായപ്പോൾ അവളിങ്ങനെ മനസ്സിൽ ഈശോയോട് പറയാണ്, ഈശോയെ നീയുമായിട്ട് ഞാൻ ഇനിയൊരു കൂട്ടിനില്ല. കാരണം എന്നെ 4 വിഷയത്തിൽ തോൽപ്പിക്കരുത്, ജയിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ അത്രയും കുർബാനയ്ക്ക് കൂടിയതല്ലേ, ഞാൻ അത്രയും ആരാധനയെ പങ്കെടുത്തതല്ലേ, എന്നിട്ട് നീ എന്നെ ഒരു വിഷയത്തിൽ തോൽപ്പിച്ചില്ലേ, ഇനി നീയുമായിട്ടുള്ളൊരു കൂട്ട് എനിക്ക് വേണ്ട എന്ന് ഈ പെങ്കൊച്ച് പറഞ്ഞ അതേ ക്ഷണത്തിലാണ് ദിവ്യകാരണത്തിൽ നിന്ന് ഈശോ ഇറങ്ങി ഇവളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അവൾ പറയാ, അച്ഛാ, പ്രതാപവാനായ ഈശോ എൻ്റെ അരികിലേക്ക് ഇങ്ങനെ 2 കൈയും വിടർത്തിക്കൊണ്ട് വന്നിട്ട് എൻ്റെ പൊന്നേ നീ എൻ്റെ കൂട്ടുവിടല്ലേ എന്ന് പറഞ്ഞ് അവളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു വന്നു. ആ പിടുത്തത്തിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് അവൾ കിടന്ന് കരഞ്ഞിരുന്നത്. നോക്കിയേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈശോ ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ഈശോ ഇന്നും അനുഭവങ്ങൾ നൽകിക്കൊണ്ട്, സൗഖ്യങ്ങൾ നൽകിക്കൊണ്ട്, ഈശോയെ കാണാനുള്ള കൃപ തന്നുകൊണ്ട്, ദിവ്യകാരണത്തിൽ ഈശോയെ കാണാനുള്ള അനുഭവം തന്നുകൊണ്ട്. ഇപ്പോൾ വിളക്കന്നൂരൊക്കെ നമ്മൾ കാണുന്നില്ലേ, ഈശോയുടെ തിരുമുഖം ആ തിരുവോസ്തിയിൽ പതിച്ചു വെച്ചിരിക്കുക. എത്രയോ വർഷങ്ങളായി ആ തിരുവോസ്തി അങ്ങനെ ഇരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ സക്രാരിൽ കുസ്തോതിയിൽ സൂക്ഷിക്കുന്ന തിരുവോസ്തി ഉണ്ടല്ലോ, 2 ആഴ്ച അനക്കാണ്ട് വെച്ച് അത് പൂക്കും, അത് പൊടിയാനായിട്ട് തുടങ്ങും, അതിൽ പുഴുവരിക്കാനായിട്ട് തുടങ്ങും. പക്ഷേ ഉണ്ടല്ലോ, ആ വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തിൽ കാണപ്പെട്ട ഈശോ ആ ഒരു തിരുവോസ്തി എത്രയോ വർഷങ്ങളായി, 10-13 വർഷങ്ങളായിട്ട് അങ്ങനെ ഇരുന്നിട്ടും ഒരു അനക്കം പോലും സംഭവിക്കുന്നില്ല. ഈശോയുടെ തിരുമുഖം അതിൽ പതിഞ്ഞു എന്നതിനേക്കാളും വലിയ അത്ഭുതമാണ് ആ തിരുവോസ്തി ഇന്നും കേടാകാതിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനെ മഹത്വപ്പെടുത്താൻ നമുക്ക് അവിടുന്ന് ഇന്നും ജീവിക്കുന്നു. ഇത് വിട്ട് എന്താണ് യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചുള്ളൊരു സാക്ഷ്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നോട് ഒരിക്കൽ ഒരു സഹോദരൻ വന്ന് ചോദിച്ചു, കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് തെളിവ് എന്താണ് അച്ഛാന്ന് ചോദിച്ചു. ഞാൻ ആ മനുഷ്യനെ നന്നായിട്ട് നോക്കി, എന്നിട്ട് ഞാൻ ഇങ്ങനെ വിരൽ ചൂണ്ടി, ചേട്ടാ, കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ, എൻ്റെ പൗരോഹിത്യം, ഞാനാണ് ഏറ്റവും വലിയ തെളിവ്. ചേട്ടന് തോന്നുന്നുണ്ടോ? കേവലം ഒരു 13,000 രൂപയാണ് ഞങ്ങൾക്ക് അലവൻസ് കിട്ടുന്നത്. ഞാൻ അച്ഛനാവാൻ പോണ സമയത്ത് എനിക്ക് അറിയുകയും കൂടി ചെയ്യില്ലായിരുന്നു ഇങ്ങനെ അലവൻസ് ഉണ്ടെന്നുള്ള കാര്യം. ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാ. ചേട്ടന് തോന്നുന്നുണ്ടോ ഇങ്ങനെ ഭാര്യയെയും മക്കളെയും കുടുംബത്തെയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഓരോ ഇടവകയിൽ ചെന്നിട്ട് ഈശോയുടെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാൻ ഈ ഇടവകയിൽ നിന്ന് എന്താ കിട്ടുന്നതെന്ന് അറിയാമോ? മിക്കവാറും എല്ലാം തെറിയും ചീത്തയാണ് കിട്ടുന്നത്. എന്നിട്ടും എന്തിനാണ് ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്? കർത്താവിനെ അറിയുന്നത് കൊണ്ടാണ്. ഞാൻ ഈ ജീവിതം എൻ്റെ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വിട്ടുള്ളൊരു തെളിവ് ഈശോ ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിന് എനിക്ക് തരാനില്ല. ആ ചേട്ടന് സന്തോഷമായി. ആ ചേട്ടന് ബോധ്യം വന്നുകൊണ്ട് തിരിച്ചു പോയ ആള്, ശരിയാണച്ചാ, അല്ലെങ്കിൽ നിങ്ങളൊന്നും ഇങ്ങനെ ജീവിക്കില്ല എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റപ്പെടലിൻ്റെ വേദനയൊക്കെ അനുഭവിച്ച് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഇതിലും വിട്ടൊരു സാക്ഷ്യം തരാനില്ലെന്നേ. ഈശോ ഇന്നും ജീവിക്കുന്നത് കൊണ്ട്, ആ ഈശോയെ കൊടുക്കാനുള്ള കൊതി കൊണ്ടാണ് പൗരോഹിത്യം സ്വീകരിച്ച് ഞങ്ങളിങ്ങനെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ഉത്ഥാന തിരുനാളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് തരാനുള്ള ഒറ്റ സന്ദേശമുള്ളൂ, നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. നമ്മുടെ കർത്താവ് പുരോഹിതരിലൂടെ ജീവിക്കുന്നു. നമ്മുടെ കർത്താവ് നിങ്ങൾ ഓരോരുത്തരിലൂടെയും ജീവിക്കുന്നു. നമ്മുടെ കർത്താവിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം നന്മകൾ ചെയ്യാം. ഇന്നും ജീവിക്കുന്ന കർത്താവ് നമ്മുടെ ഒപ്പം ഉണ്ട്. ഈശോ പറഞ്ഞില്ലേ, എൻ്റെ നാമത്തിൽ 2-3 പേർ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടാകും. കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടണം എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടാന്ന് പറഞ്ഞാൽ ഒരേ ചിന്ത, ഒരേ വിചാരം. എന്താണ് വിചാരം? ഈശോയെ മഹത്വപ്പെടുത്തണം. സ്വർഗത്തിൽ അനവരതം പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന മാലാഖമാരോടൊപ്പം ചേരണ്ടേ നമുക്ക്?
ഉത്തിതനായ കർത്താവിൻ്റെ ഒപ്പം അവിടുത്തെ ആരാധിച്ചുകൊണ്ട് ചേരണ്ടേ? നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഉത്തിതനായ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. ഓർക്കാം, ഈശോ നമ്മോടൊപ്പമുണ്ട്, ഈശോ നമ്മിലുണ്ട്. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടെ നേരുന്നു. നന്ദി.